കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. സിദ്ധേട്ടൻ എന്തിനാ അച്ഛാ? അവളുടെ കണ്ണു നിറഞ്ഞു. സന്തോഷത്തിനും അപ്പുറം എന്തോ ഒരു നാണക്കേട് പോലെ. നിങ്ങളിത് അച്ഛനും മോൾക്കും എന്താണ്? ആദ്യം സമ്മാനം കണ്ട അച്ഛന്റെ മുഖം കയറി വീർത്തു. ഇപ്പൊ ദേ മോൾക്ക് കണ്ണുനീരും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ചെറുക്കനെ വിളിച്ചു പറയാം, നീ ഇത്രയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവൾക്കായി കൊണ്ടുവന്നത് അച്ഛനും മോൾക്കും ഒട്ടും ഇഷ്ടമായില്ലെന്ന്. എന്തേ? പറയുന്നതിനൊപ്പം തന്നെ അവർ ഫോൺ കയ്യിലേക്കെടുത്തു. അമ്മ, വേണ്ട, ഞാൻ കരഞ്ഞില്ല, വിളിക്കണ്ട. മഞ്ജു സിദ്ധുവിനെ വിളിക്കാൻ പോവുകയാണെന്ന് കരുതി അവൾ പേടിച്ചുകൊണ്ട് ഫോൺ തട്ടിപ്പറിച്ചു. ദേ ആമ്പലു, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ നീ ആ ഫോൺ തരുന്നുണ്ടോ? അച്ഛനും മോൾക്കും നാട്ടുകാരെന്തെങ്കിലും കൊണ്ടുതന്നാൽ വലിയ കാര്യമാണ്. നിങ്ങളെ ജീവനെ പോലെ കാണുന്ന ആ ചെറുക്കൻ കൊണ്ടുവന്നത് കണ്ടപ്പോ അയിത്തവും. മഞ്ജു ഒരു തരത്തിൽ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. അങ്ങനെ അങ്ങനെ ഒന്നുമില്ലമ്മ, ഇത് ഇത് നല്ലതാ. മഞ്ജുവിന്റെ ബഹളത്തിൽ അവൾ ശരിക്കും പേടിച്ചു പോയിരുന്നു. എന്നിട്ടാണോ നീ കരഞ്ഞത്? കയ്യിലിരുന്ന റിസീവർ നിലത്തേക്ക് വെച്ചുകൊണ്ട് അവർ സംശയത്തോടെ മോളെ നോക്കി. അവൾ കരഞ്ഞത് എന്തിനുമായിക്കോട്ടെ മഞ്ജു, നീ എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ കാണിക്കുന്നതാണല്ലോ അല്ലേലും കുറ്റം വരിക. നിങ്ങൾ അച്ഛനും മോളും ചെയ്യുന്നതെല്ലാം ശരിയും ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം അച്ഛനും മോളും ചെവി തുറന്ന് കേൾക്കുന്നത് നല്ലതാണ്. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ കൂട്ടുകാരെ നമുക്കൊപ്പം കാണും, അല്ലാതെ പുറത്തു നിന്ന് വലിഞ്ഞു കയറി വരുന്നവരൊന്നും ഒരിക്കലും കാണില്ല. മഞ്ജു, ഇത്തവണ വിളിക്കുമ്പോൾ അതിൽ ദേഷ്യമായിരുന്നില്ല അദ്ദേഹത്തിന്, മറിച്ച് വേർതിരിയാൻ പറ്റാത്ത എന്തൊക്കെയോ വികാരങ്ങളായിരുന്നു അതിൽ മുന്നിട്ട് നിന്നത്. അശോകേട്ടൻ വിളിച്ച് ബുദ്ധിമുട്ടണ്ട, ഞാൻ കേറിപ്പോവാണ്. അച്ഛനും മോളും ഒത്തിരുന്നോ. ഞാനാണല്ലോ അല്ലെങ്കിലും നിങ്ങൾക്കിടയിൽ അധികപ്പെട്ട്. ആ പിന്നെ ഒരു കാര്യം, രാത്രിയിൽ ഇവിടുന്ന് ആരും വിളിക്കുന്നുമില്ല, ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കുന്നുമില്ല, കേട്ടല്ലോ? അറുത്തു മുറിച്ചു പറഞ്ഞുകൊണ്ട് മഞ്ജു വെട്ടിത്തിരിഞ്ഞുപോയി. അച്ഛാ, വീതിമ്പിക്കൊണ്ട് തന്റെ പേര് വിളിക്കുന്ന മോളെ അശോകൻ ചേർത്ത് പിടിച്ചു. അമ്മ എന്താ അച്ഛാ ഇങ്ങനെ? ഒന്നുമില്ല മോളെ, നിന്റെ അമ്മയുടെ മനസ്സിൽ എന്തോ കേറിപ്പറ്റിയിട്ടുണ്ട്, അതിന്റെയാ. മോള് നോക്കിക്കോ, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊന്നും നിന്റെ അമ്മയ്ക്ക് ഓർമ്മ പോലും കാണില്ല. വെറുതെ വാക്കുകൾ കൊണ്ട് മകളെ ആശ്വസിപ്പിക്കുമ്പോഴും മഞ്ജുവിന്റെ പെരുമാറ്റത്തിൽ വല്ലാതെ അസ്വസ്ഥനായിരുന്നു അയാൾ. രാത്രി ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോഴും ഓരോന്നൊക്കെ ചോദിക്കുമ്പോഴും മഞ്ജു മറുപടി പറയുന്നുണ്ടായിരുന്നെങ്കിലും എന്നത്തെയും പോലെയല്ലെന്ന് അച്ഛനും മകൾക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഒരു തുറന്ന ചർച്ചയ്ക്ക് ആരും തയ്യാറായില്ല. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആമ്പൽ മുറിയിലേക്ക് കയറിക്കിടുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് മഞ്ജു മുറിയിലേക്ക് ചെന്നത്. പോകുന്ന വഴിയിൽ തന്നെ റിസീവർ എടുത്ത് താഴ്ത്തു വെക്കാനും അശോകന്റെ ഫോൺ സൈലന്റ് ആക്കാനും അവർ മറന്നില്ല. സാധാരണ അങ്ങനെ ഇങ്ങനെയൊന്നും തന്റെ ഫോൺ കയ്യിലെടുക്കാത്ത ഭാര്യ ഇന്ന് ഫോൺ കയ്യിലെടുക്കുന്നതിന് കാരണം അറിഞ്ഞിരുന്നിട്ടും അശോകൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ ചെന്നില്ല. കാരണം ഇനി ഒരു വഴക്കുകൂടി അദ്ദേഹത്തിന് വയ്യായിരുന്നു. അന്ന് രാത്രി ഏറെ വൈകിയതിനു ശേഷം ഏതൻ ആമ്പലിനെ വിളിച്ചു, ഒപ്പം മറ്റുള്ളവരെയും. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം ഫോൺ എടുത്തിട്ടും ആമ്പലിനെ കാണാതായതും ഏതന്റെയും ടീച്ചറിന്റെയും മാത്രമല്ല അവളുടെ കൂട്ടുകാരികളുടെയും മുഖം വാടി. കുറെ തവണ എല്ലാവരും മാറി മാറി നോക്കിയിട്ടും വീട്ടിലെയോ അശോകന്റെയോ ഫോൺ കിട്ടാഞ്ഞപ്പോൾ പലതും ഊഹിച്ചുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന് വെളുപ്പിന് ആമ്പലുവിന്റെ കണ്ണു തുറന്നു. രാത്രി കരഞ്ഞുറങ്ങിയത് കൊണ്ട് തന്നെ 2 കൺപോളകളും വീർത്ത് മുഖം ആകെ നാശമായിട്ടുണ്ടായിരുന്നു. എന്തോ നിർമ്മാല്യം കണ്ട് തൊഴാൻ ആഗ്രഹിക്കുമ്പോഴുള്ള സങ്കടമായിരുന്നു മനസ്സ് നിറയെ. അച്ഛൻ ഉണർന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി പുറത്തേക്കിറങ്ങിയെങ്കിലും അവരുടെ മുറി അടച്ചിട്ടിരിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി അച്ഛൻ ഉറങ്ങിപ്പോയി കാണുമെന്ന്. വിളിച്ചെഴുന്നേൽപ്പിക്കാൻ തോന്നാത്തത് കൊണ്ട് തന്നെ തിരികെ മുറിയിലേക്ക് കയറിപ്പോയി. എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കി. ഇത്തിരി നേരം വെളുത്തൂന്ന് തോന്നിയതും അവൾ വേഗം പോയി കുളിച്ച് പുറത്തേക്കിറങ്ങി. സാധാരണ ക്ഷേത്രത്തിൽ പൊക്കോട്ടെന്ന് ചോദിക്കാൻ രണ്ടാമൊന്നും ആലോചിക്കേണ്ടി വരാത്തവൾക്ക് അന്ന് ആദ്യമായി ഭയപ്പെട്ടോണ്ടാണ് അടുക്കളയിലേക്ക് എന്നത്. അമ്മേ, ദോശ ചുട്ടുകൊണ്ടിരുന്നവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. രാവിലെ കുളിച്ചോ നീ? എന്തായാലും വന്നതല്ലേ, ആ തേങ്ങ ഒന്ന് തിരുമ്മേരെ, അച്ഛന് രാവിലെ പോണമെന്ന് തോന്നുന്നു. ക്ഷേത്രത്തിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കാൻ ചെന്നവള് ഒരു വാക്കുപോലും ചോദിക്കാതെ തേങ്ങയെടുത്ത് തിരുമാൻ തുടങ്ങി. ഈ നേരത്താണ് അശോകൻ അടുക്കളയിലേക്ക് വരുന്നത്. മഞ്ജുവിനൊപ്പം അടുക്കളയിൽ നിൽക്കുന്ന മകളെ കണ്ടതും അയാൾ ചെറുതായി ഒന്ന് ഞെട്ടി. ഒപ്പം അവൾ കുളിച്ചിട്ടുണ്ടെന്നും കൂടി കണ്ടതും അയാൾക്ക് സംശയമായി.
അവൾ എന്നും രാവിലെ എഴുന്നേൽക്കാറുണ്ടെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഇത്രയും നേരത്തെ ഒരു കുളി പതിവ്. മോള് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയാണോ? അവൾ മെല്ലെ തലയാട്ടി. നീ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്താ ചോദിക്കാഞ്ഞേ? മറുപടിയൊന്നും കൊടുക്കാതെ മഞ്ജു അവളെ നോക്കി. വേഗം പോയി ഒരുങ്ങിക്കോ, അച്ഛൻ ക്ഷേത്രത്തിലേക്കാകാം. തിരിച്ച് കുഞ്ഞ് നടന്നു വരില്ലേ? അതിനും ഒരു തലയാട്ടിൽ മാത്രം മറുപടി കിട്ടിയപ്പോൾ അയാളുടെ മനം നൊന്തു. പിന്നെ കൂടുതൽ എന്തെങ്കിലും ചോദ്യത്തിനും പറച്ചിലും നിൽക്കാതെ അശോകൻ മകളെ ഒരുങ്ങാൻ വിട്ടുകൊണ്ട് വേഗം പോയി ഒരുങ്ങി വന്നു. സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും അവൾ മൗനമായിരുന്നു. ദേവീക്ഷേത്രം അല്ലല്ലോ, ഗണപതി ക്ഷേത്രം അല്ലേ? തിരിച്ചു നടക്കാൻ നല്ല ദൂരമുണ്ട്. അച്ഛൻ കാശ് തരാം, ഓട്ടോയിൽ കയറി വന്നാൽ മതി കേട്ടോ. തിരിഞ്ഞു നോക്കാതെ തന്നെ മകളുടെ ഉള്ളിലെ വിഷമം ആ അച്ഛന് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് മുന്നിലിറങ്ങി പൂജയ്ക്കും തിരിച്ചു വരാനുമുള്ള കാശ് കൊടുത്തു കഴിഞ്ഞിട്ടും തന്നെ നോക്കാതെ നിൽക്കുന്ന മകളുടെ കയ്യിൽ പിടിച്ച് അശോകൻ അടുത്തേക്ക് നിർത്തി. എല്ലാ വീട്ടിലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. അതെല്ലാം 1-2 ദിവസം കൊണ്ട് തീരുകയും ചെയ്യും. നമ്മുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അതുകൊണ്ട് വേണ്ടാത്തൊന്നും ആലോചിച്ച് അച്ഛന്റെ മോള് വിഷമിക്കരുത്. അമ്മ ആ ചുണ്ടുകൾ വിതുമ്പി. നിന്റെ അമ്മയ്ക്ക് ഈയിടെയായിട്ട് വരുന്നൊരു അസുഖമല്ലേ, പെട്ടെന്ന് മാറിക്കോളും. കളിയോടെ അദ്ദേഹം പറഞ്ഞതും അവളും ചിരിച്ചുപോയി. വിഷമിക്കാതെ പോയി തൊഴുതിട്ട് വാ. ക്ഷേത്രത്തിനുള്ളിൽ ഇഷ്ടദേവനോട് പറയാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അന്ന് ആമ്പലിന്. പിണങ്ങിയും പരിഭവം പറഞ്ഞും കരഞ്ഞുമൊക്കെ എല്ലാ കാര്യവും പറഞ്ഞു തീർത്തവൾ പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ തന്നെയായിരുന്നു. വലിയ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ക്ഷേത്രപ്പറമ്പും ഏകദേശം 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ്. അതത്രയും നടക്കുന്നതിനിടയിലാണ് ആൽത്തറ വരുന്നത്. അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് പോകണം ഓട്ടോ സ്റ്റാൻഡ് വരെ. ചുരുക്കം പറഞ്ഞാൽ വീട്ടിലെത്തുന്നതിന്റെ പകുതി വഴി വേണം ഓട്ടോ കിട്ടാൻ വേണ്ടി നടക്കണമെങ്കിൽ. സാധാരണ രാവിലെയും വൈകുന്നേരവും ക്ഷേത്രത്തിനടുത്ത് തന്നെ 3-4 ഓട്ടോകൾ കാണുന്നതാണ്. പക്ഷെ ഇന്ന് തിരക്ക് കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അതെല്ലാം ഓട്ടം പോയിരിക്കും. ആ ഒരു ചിന്തയിലാണ് അടുത്തുള്ള ഓട്ടോ ഒന്നും കാണാതെ അവൾ പുറത്തേക്കിറങ്ങി നടക്കാൻ തുടങ്ങിയത്. ഇളം വെയിലിന്റെ ചൂടിൽ ചെന്നൈയിലൂടെ വിയർപ്പ് തുള്ളികൾ ഇറങ്ങി വരുന്നത് ഷോളും കൊണ്ട് തുടച്ച് മുന്നിലേക്ക് നോക്കുമ്പോഴാണ് അവളെ തന്നെ നോക്കി കൈയും കെട്ടി നിൽക്കുന്നവനെ കണ്ടത്. ഇത്തിരി മുന്നേ ഇഷ്ടദേവന്റെ സന്നിധിയിൽ കരഞ്ഞു തീർത്ത സങ്കടങ്ങൾ അത്രയും ഒന്നൊഴിയാതെ തിരിച്ചു മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്ന പോലെ തോന്നി അവൾക്ക്. ഭഗവാനും ആൽമരവും തീർത്ത് തണുപ്പകന്ന് കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുകി. എന്നാൽ ഈ നേരം കാണുന്ന വഴിക്ക് തന്നെ അവളെ കണ്ണുപൊട്ടുന്ന പോലെ വഴക്ക് പറയണമെന്ന് നിയമിച്ചിരുന്നവൻ അവളുടെ ആ കണ്ണുനീരിൽ ആകെ പരിഭ്രമിച്ചു പോയി. അമലു! ശബ്ദം ഏതുമില്ലാതെ തേങ്ങൽ മറിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവളെ കണ്ടതും ആ നേരം വരെ അവളോട് തോന്നിയ എല്ലാ ദേഷ്യവും പരിഭവവും അവനിൽ നിന്നും അകന്നുപോയി. അമലു, എന്താ നീ കാണിക്കുന്നേ? ക്ഷേത്രമാണ് കുഞ്ഞെ, എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കും. അവൾ കരച്ചിൽ നിർത്തുന്നില്ല എന്ന് കണ്ടതും ഏതൻ അല്പം കൂടി അടുത്തേക്ക് ചെന്നതെന്ന് പറഞ്ഞു. അത് കേട്ടതും പെണ്ണ് ഷാളും കൊണ്ട് മുഖം ആകെ തുടച്ചു. കരയാതിരിക്കാൻ പാടുപെട്ട് ശ്രമിക്കുന്നവളെ കാണുകെ അവൻ ആകെ പാപം തോന്നി. ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ അവളോട് ചോദിക്കാനും പറയാനുമായി കാത്തുവെച്ച എല്ലാം ആ ഒരൊറ്റ കണ്ണുനീരിൽ തന്നിൽ നിന്നും ഒഴുകി ഇറങ്ങി പോകുന്നത് അറിഞ്ഞു ഏതൻ. താളം തെറ്റിയെടുക്കുന്ന ശ്വാസത്തിൽ നിന്ന് തന്നെ അറിയാം അത് അവളുടെ തേങ്ങലാണെന്ന്. അത് കാണുന്തോറും ഏതന് പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയാത്ത ഒരു അസ്വസ്ഥതയും എവിടെ നിന്നോ ദേഷ്യവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അമലു, മതി, നിർത്തിക്കോ. ഇനി നീ കരയാനാണ് തുടങ്ങുന്നത് എങ്കിൽ ഞാൻ പോകും കേട്ടോ. ഏതൊക്കെ തരത്തിൽ പെണ്ണിനോട് പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല എന്ന് തോന്നിയിട്ടാണ് അവൻ അല്പം ദേഷ്യത്തോടെ നോക്കിയത്. എന്നാൽ അവൻ ദേഷ്യപ്പെട്ടത് കേട്ടതും പെണ്ണ് പിന്നെയും കരയാൻ തുടങ്ങി. എന്റെ പൊന്നു കുഞ്ഞെ, കരയില്ലേടി, കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക്. ആകെ വല്ലാത്തൊരവസ്ഥയിൽ അവൻ അവളെയും കൈ പിടിച്ച് ആലിന്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി. 3 നടവഴിയിലൂടെ നടന്നു വരുന്നവൾക്ക് പെട്ടെന്ന് അവിടേക്ക് കണ്ണെത്തത്തില്ല. എന്തിനാണ് താൻ അവളെ ആരും കാണാത്തൊരിടത്തേക്ക് മാറ്റി വെച്ച് മറച്ചതെന്ന് ചോദിച്ചാൽ മറ്റാരും അവളുടെ കണ്ണുനീര് കാണുന്നത് തനിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് മാത്രമേ ആ സമയം അവന് തോന്നിയുള്ളൂ. മറ്റെന്തെങ്കിലുമൊക്കെ അതിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ അവൻ ആ നേരം ശ്രമിച്ചതുമില്ല. പിന്നെയും അല്പം ദൂരം കൂടി എടുത്തു ആമ്പലിനെ ഏതിനെയൊന്ന് നോക്കാൻ. എന്നോടെല്ലാരും പിണങ്ങിയിട്ടുണ്ടാവും അല്ലേ? ചോദിക്കുമ്പോൾ അവളുടെ സ്വരം പിന്നെ ഇടറി. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ അതങ്ങനെ വലിയ പിണക്കമൊന്നുമല്ല. നീ ഒന്ന് ചെന്ന് ചിരിച്ചു കാണിച്ചാൽ തീരുന്ന പിണക്കമേ ഉള്ളൂ നിന്റെ കൂട്ടുകാർക്ക്. അവൻ ചിരിയോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ആ ചിരിയിൽ ഉടക്കി. സത്യമായിട്ടും? സത്യം. ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ ചോദിക്കുന്നവളുടെ കയ്യിലേക്ക് അവന്റെ ഉള്ളം കൈ ചേർത്തവൻ സത്യം ചെയ്തു.
അപ്പൊ സാറിന് എന്നോട് പിണക്കമില്ലേ? അവളുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു. പിന്നില്ലാതിരിക്കുമോ? എന്റെ പ്രസന്റല്ലേ നീ വേണ്ടാന്ന് വെച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത്? ഇത്തിരി കുറുമ്പിൽ പരിഭവം പറയുന്ന പോലെ അവൻ ചോദിച്ചതും ഇത്തിരി മുന്നേ തിരിച്ചെത്തിയ പുഞ്ചിരി കണ്ണുനീരിലേക്ക് വഴിമാറിപ്പോയി. ദേ അമലു, നീ നോക്കിക്കേ, ഇത്രയും ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു നിന്നോട് കരയരുതെന്ന്. ഇനി നീ ഇതുപോലെ കരയാനാണ് ഭാവമെങ്കിൽ സത്യമായിട്ട് ഞാൻ നിന്നോട് പിണങ്ങും. പിന്നൊട്ട് മിണ്ടത്തുമില്ല കേട്ടോ. മുഖം വെട്ടിത്തിരിച്ച് ദേഷ്യത്തോടെ അവൻ തിരിഞ്ഞു നിന്നു. ഇത്തിരി നേരം കഴിഞ്ഞതും തന്റെ ഷർട്ടിന്റെ പിന്നിലായി ആരോ വലിക്കുന്ന പോലെ തോന്നി. ആരെന്നറിയാവുന്നത് കണ്ട് തന്നെ തിരിഞ്ഞു നോക്കിയില്ല. ടീഷർട്ടിന്റെ പിന്നിൽ പിടിച്ച കൈ പതുക്കെ കൈത്തുടയിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ടീഷർട്ടിന്റെ കൈയിലേക്ക് വന്നതും അവൻ ചുണ്ടുള്ളിലേക്ക് വെച്ച് ചിരി അമർത്തി പിടിച്ചുകൊണ്ട് ആ കുഞ്ഞു മുഖത്തേക്കൊന്ന് നോക്കി. അല്പം കൂടി കഴിയവേ പെണ്ണിന്റെ രണ്ടു വിരൽ തന്റെ കൈവെള്ളിലെ രോമത്തിൽ പിടിക്കുന്നെന്ന് തോന്നിയതും പിന്നെ അവളെ കൂടുതൽ വട്ടം കറക്കാൻ തോന്നാതെ അവൻ തിരിഞ്ഞു നിന്നു. പുരികൻ രണ്ടും പൊക്കി ചോദ്യഭാവത്തിൽ അവന്റെ കണ്ണൊന്ന് കുറുകി. ഞാൻ കരയില്ല. അത് പറയുമ്പോഴെങ്കിലും കണ്ണ് നിറയ്ക്കാതിരി. ഒഴുകിയിറങ്ങിയ കണ്ണീർത്തുള്ളിയെ വിരൽത്തുമ്പിനറ്റം കൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ടവൻ കണ്ണുരുട്ടി. ഇതിപ്പോ കരഞ്ഞതിന്റെ അല്ല, മുന്നേ ഉണ്ടായിരുന്നതിന്റെയാ. ഇടത് കൈയുടെ പിൻഭാഗം കൊണ്ട് ഒരിക്കൽ കൂടി കണ്ണ് രണ്ടും തുടച്ച് പെണ്ണവനെ നോക്കി. അത് കേട്ടതും അത്രയും നേരം അടക്കി വെച്ച ചിരി അവൻ അറിയാതെ പുറത്തു വന്നുപോയി. അവന്റെ ആ ചിരിയിൽ അവളുടെ മുഖം വിടർന്നു. അപ്പൊ അമലുവിന്റെ ആവശ്യം ഞാൻ പിണങ്ങരുത് എന്നാണ് അല്ലേ? എന്തുകൊണ്ട് പിണങ്ങിക്കൂടാ? അവൻ ഉള്ളിലെ കുറുമ്പൻ പിന്നെയും പുറത്തു ചാടി. അവന്റെ കള്ളച്ചിരിയും കണ്ണു പൊക്കിയും താഴ്ത്തിയുമുള്ള ചോദ്യവും കൂടി കേട്ടതും ആമ്പലൂലും കുറുമ്പ് നിറഞ്ഞു. പറയ്, എന്തുകൊണ്ട് പിണങ്ങിക്കൂടാ? ഞാൻ പാവല്ലേ, അപ്പൊ എന്നോട് പിണങ്ങാൻ പാടുണ്ടോ? അറിയാതെ വന്നൊരു കൊഞ്ചലിൽ ആമ്പൽ അവനെ നോക്കി ചിരിച്ചു. അച്ചോടാ, എന്റെ കുഞ്ഞ് പാവായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവനും അതേ ചിരിയോടെ ചോദിച്ചതും രണ്ടുപേരും മനസ്സ് തുറന്നു ചിരിച്ചു. അതും അല്പം ഉറക്കെ തന്നെ. ആ ഒരു ചിരിയോടെ അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു അവൻ. അങ്ങനെ അവനുമായി നടക്കുമ്പോഴാണ് ആമ്പലു പതിയെങ്കിലും ഇന്നലെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞത്. അങ്ങനെ ഓരോന്നും പറയുമ്പോൾ ഒരിക്കലും അവൾക്ക് തന്റെ വീട്ടിലുള്ള കാര്യം പുറത്തൊരാളോട് പറയുന്ന പോലെയല്ല തോന്നിയത്. മറിച്ച് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് തന്റെ സങ്കടങ്ങൾ പറയുന്നു എന്നതിലും അപ്പുറം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ ആ മനസ്സിൽ. എന്നാൽ ആ നേരം അവൾ പറയുന്ന ഓരോ കാര്യവും അതേ ഗൗരവത്തോടെയാണ് ഏതൻ കേട്ടത്. പണ്ടും തന്റെ മഞ്ജുമ്മ ഇങ്ങനെയായിരുന്നു. എല്ലാം ഒന്ന് കേട്ടതും ഏതന്റെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യ ചോദ്യം അതായിരുന്നു. അമ്മ പാവമ്മ. പ്രതീക്ഷിച്ചിരുന്ന മറുപടി അവളിൽ നിന്നും കിട്ടി. അവൻ തലയൊന്നാട്ടി ചിരിച്ചു. അപ്പൊ പിന്നെന്തിനാ അമലുവിന്റെ ഈ പാവം അമ്മ ഇന്നലെ അത്രയും ബഹളമുണ്ടാക്കിയത്? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെങ്കി അച്ഛനെ പോലെ എനിക്കും തോന്നുന്നത് എന്തോ അമ്മയുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെന്നാ. അല്ലെങ്കിൽ ഇങ്ങനെയും വാശി അമ്മ കാട്ടുവോ? താൻ ചോദിച്ചാൽ ഈ കളിയാക്കൽ പോലും മനസ്സിലാവാതെ തന്നോട് അത്രയും കാര്യഗൗരവത്തോടെ പറയുന്നവളോട് ആ നിമിഷം ഏതന്റെ ഉള്ളിൽ അദമ്യമായ സ്നേഹമാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണോ ഇന്നലെ അമ്മയുടെ പാവം കുട്ടി ഫോൺ എടുക്കാനിരുന്നത്? അവളൊന്ന് നീട്ടിമൂളി. ഞാൻ ഇന്നലെ വീട്ടിൽ ചെല്ലുമ്പോഴേ അവര് തമ്മിൽ പ്രശ്നമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അച്ഛന്റെ മുഖമുണ്ടല്ലോ, ആകെ വാടിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞും എന്തൊക്കെയോ സംസാരം നടന്നു. അച്ഛൻ ആകെ സങ്കടത്തിലായി. അപ്പൊ പിന്നെ അമ്മ തീരുമാനം പോലെ പറഞ്ഞ കാര്യം ഞാനും അച്ഛനും കൂടി ചെയ്തോന്നറിഞ്ഞ അമ്മ പിന്നെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും. അച്ഛന്റെ ശബ്ദം ഒന്ന് ഉയർന്നാൽ അമ്മ പിന്നീട് സംസാരിക്കില്ല. എങ്കിലും മനസ്സിലുള്ള മുഷവും മാറാതെ അമ്മ പിന്നെ പഴയ പോലെ ആകില്ല. അത് അച്ഛനും എനിക്കും ഒരുപാട് സങ്കടമാ. അതാ രാത്രി കിടക്കുന്നതിന് മുന്നേ അച്ഛൻ ഒരിക്കൽ കൂടി ചോദിക്കാൻ വന്നപ്പോഴും ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞത്. അറിയാമായിരുന്നു നിങ്ങളൊക്കെ രാത്രി വിളിച്ച് എന്നെ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കുമെന്ന്. പക്ഷെ അച്ഛന്റെ സങ്കടം കണ്ടപ്പോൾ ഞങ്ങളൊക്കെ അങ്ങ് വിഷമിച്ചോട്ടെ നീ അങ്ങ് കരുതി അല്ലേ? ചെക്കന്റെ സംസാരത്തിൽ അവൻ അറിയാതെ തന്നെ കുശുമ്പോ പരിഭവമോ ഒക്കെ കേറി വന്നു. നിനക്കെന്റെ അച്ഛനെ ഒന്നിന്റെ പേരിൽ വിഷമിപ്പിക്കാൻ കഴിയില്ല, അതെ അല്ലേ സർ? അവൻ ഒന്നുകൂടി നോക്കി. എന്താണ്? എനിക്കെന്റെ അച്ഛനെ ഒന്നിന്റെ പേരിലും വിഷമിപ്പിക്കാൻ കഴിയില്ല സർ. ശബ്ദം ഇടറിക്കൊണ്ടുള്ള അവളുടെ തുറന്നു പറച്ചിലിൽ ഏതനറിയാതെ തന്നെ അവളെ ചേർത്തു പിടിച്ചു. പോട്ടെ, കരയണ്ട. ഒന്നിന്റെ പേരിലും എന്റെ അമലു അച്ഛനെ വിഷമിപ്പിക്കുകയും വേണ്ട, പോരെ?
ഉം തന്നിലും നല്ല പൊക്കമുള്ളവനെ മിഴികൾ ഉയർത്തി നോക്കി അവൾ പുഞ്ചിരിച്ചു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചാണ് രണ്ടുപേരും ആ ഇടവഴി നടന്നു തീർത്തത്. മോള് വെയില് പോലും കൊള്ളരുതെന്ന് കരുതി അച്ഛൻ ഓട്ടോയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് ഇവിടെ വരെ നടന്നു അല്ലേ? നേരാ, ശരിക്കും ഞാൻ അറിഞ്ഞതുപോലുമില്ല ഈ ദൂരം. അവൾക്കും അതൊരു അത്ഭുതമായിരുന്നു. അത് പിന്നെ നമ്മൾ ഇടവഴി കയറിയല്ലേ വന്നത്. വെയിലും ഉണ്ടായിരുന്നില്ല, ഒപ്പം ഒട്ടും ആളും തിരക്കുമില്ലായിരുന്നു. പിന്നെ കഥ പറച്ചിൽ നിർത്തിയാലല്ലേ വഴി ദൂരം അറിയൂ. അതിനും അവൾ ചിരിച്ചത് മാത്രമേ ഉള്ളൂ. അമലു, ആ ഇതല്ലേ തന്റെ ചേട്ടൻ തന്നൂന്ന് പ്രസന്റ് പറഞ്ഞത്? വലത് കൈയിലേക്ക് ചൂണ്ടി അവൻ ചോദിച്ചു. ഇഷ്ടമായോ ഇത്? ചോദിക്കുമ്പോൾ അവനുള്ളിൽ വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു. തല കുനിച്ചവൾ മെല്ലെ തലയനക്കി. അത് കേട്ടതും അവന്റെ ചുണ്ടിട്ട കോളിലൂടെ ഒരു പുഞ്ചിരി വന്നുപോയി. പിന്നെന്തിനാ കയ്യിലിട്ടിരിക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടിയാ? അമ്മയുടെ സന്തോഷത്തിന് കുറച്ചു ദിവസം ഇട്ടിട്ട് സ്കൂൾ തുറക്കുമ്പോൾ ഊരി വെക്കാലോ. അതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഏതൻ കുഞ്ഞു പിള്ളേരെ സമാധാനിപ്പിക്കും പോലെ അവളെ ആശ്വസിപ്പിച്ചു. അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവളിൽ സങ്കടമായിരുന്നു. എങ്കിലൊരു കാര്യം ചെയ്, സ്കൂൾ തുറക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി. ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഇട്ടുകൊണ്ട് ലാബിൽ കയറാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ആസിഡ് വിടാൽ അത് സ്വർണത്തിന് കേടാണ് എന്ന്. അപ്പൊ പിന്നെ ഉറപ്പായും നിന്റെ അമ്മ അത് ഇടാൻ നിർബന്ധം പിടിക്കില്ല. ശരിക്കും? അവനെ കേട്ടതും ആ കണ്ണുകൾ ബൾബ് പോലെ തെളിഞ്ഞു. ശരിക്കും? അവൻ കണ്ണുകൾ രണ്ടും ചിമ്മി ഉറപ്പു കൊടുത്തു. എങ്കിലും ഞാൻ പൊക്കോട്ടെ? അവൾ തലയാട്ടി. എന്നാൽ അവളുടെ അടുക്കൽ നിന്നും പോകാൻ ഇഷ്ടമില്ലാത്ത പോലൊരു ഇഷ്ടക്കേടിൽ അവൻ തിരിഞ്ഞു നടന്നു തുടങ്ങി. സർ, ആ അമലു? വിളി കേട്ടപാടെ അവൻ ഓടി അരികിലെത്തി. അത് പിന്നെ? അവളുടെ ശബ്ദം വിറച്ചു. പറഞ്ഞു, എന്താ ചോദിക്കാനുള്ളത്? അത് പിന്നെ എന്തായിരുന്നു എന്റെ ഗിഫ്റ്റ്? കണ്ണടച്ചവൾ ചോദിച്ചു. അതോ, അതൊരു സംഭവമായിരുന്നു. യു മിസ് ദാറ്റ്. അപ്പോ ഞാനിനി അറക്കൽ വരുമ്പോൾ തരില്ല? അവൻ ഇല്ലെന്ന് തലയാട്ടിയതും അവൾക്ക് സങ്കടമായി. തരണ്ട. പക്ഷെ എന്തായിരുന്നു എന്ന് പറയാമോ? ആകാംക്ഷ സഹിക്കാൻ വയ്യാതെ അവൾ ചോദിച്ചു. പറയില്ല. പെണ്ണിന്റെ മുഖം പിന്നെയും കുനിഞ്ഞു. പക്ഷെ അടുത്ത ജന്മത്തിൽ ഉറപ്പായും ഞാൻ എന്റെ അമലുവിനത് കാണിച്ചു തരും. അതുവരെ ഇത് സസ്പെൻസായി തന്നെ നമ്മളുടെ ഇടയിൽ ഇരിക്കട്ടെ. പതിവ് പോലെ കണ്ണു ചിമ്മി അവൻ കുസൃതി ചിരിച്ചതും അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ ആ നേരമെത്താനുള്ള വഴിയിൽ അവരെ കാത്തുകിടന്ന കടമ്പകളൊന്നും അവർ ആ നിമിഷം അറിയുന്നുണ്ടായിരുന്നില്ല.